മുൻ കണ്ണൂർ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ കെ സുധാകരൻ MP-യുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റായിരുന്ന കാലഘട്ടം അദ്ദേഹം നടത്തിയ ഒരുപാട് ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ, ജില്ല മൊത്തം നടത്തിയ പദയാത്ര എന്നും എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ഒന്നാണ്. കാരണം ആ പൊരുവെയിലത്ത് അദ്ദേഹം നടത്തിയ ആ ഒരു യാത്ര അത് നമ്മുടെ ഓർമ്മകളിൽ എന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ, നമ്മുടെ ഓർമ്മകളിൽ അത് നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു ഓഫീസ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നല്ലൊരു ഓഫീസ് അദ്ദേഹം വളരെ നമ്മളെ പ്രിയങ്കരനായ, നമുക്ക് ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല, നമ്മളെ ഒരു അസാമാന്യ പാടവത്തോടുകൂടി ഓടിച്ചാടി നടന്ന നമ്മുടെ ഏറെ പ്രിയങ്കരനായ ശ്രീ K. സുരേന്ദ്രനെ നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരികയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഓഫീസിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന് അത് ഇടയ്ക്ക് വെച്ച് അത് നിന്നുപോയപ്പോൾ പ്രിയപ്പെട്ട DCC പ്രസിഡന്റായ ശ്രീ സതീശൻ വന്ന് ഏറ്റെടുത്തൊരു വർഷം കഴിഞ്ഞ് അദ്ദേഹം അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശക്തമായ ഇടപെടലുകൾ നടത്തുകയും അത് മനോഹരമായ ആ ഓഫീസ് അവിടെ നിർമ്മിക്കപ്പെടുകയും ചെയ്തത് കണ്ണൂരിലെ കോൺഗ്രസുകാർക്ക് വളരെയേറെ ആവേശം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു വാടക കെട്ടിടത്തിൽ, അത് NGO അസോസിയേഷന്റെ ആയതുകൊണ്ട് ഒരു വാടക മേടിക്കുന്നില്ല എങ്കിലും നമ്മൾ അതൊരു സ്വന്തമല്ലാത്ത ഒരു സൗകര്യങ്ങളില്ലാത്ത ഒരു കെട്ടിടത്തിലായിരുന്നു നമ്മൾ കുറച്ചു കാലം നമ്മൾ പ്രവർത്തിച്ചത്. പക്ഷേ അതിമനോഹരമായ ഒരു ഓഫീസ് നമുക്ക് പണിത് തീർക്കുവാൻ വേണ്ടി സതീശൻ പാച്ചേനിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറെ നിശ്ചയദാർഢ്യമാണ്. ഒരു പദ്ധതി, ഒരു പരിപാടി നമ്മൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നടപ്പിലാക്കാനുണ്ടാവുന്ന ഒരു ഇച്ഛാശക്തി, ആ നിശ്ചയദാർഢ്യം അത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ മനോഹരമായ ഓഫീസ് അവിടെ പണിത് തീർക്കാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളത് കൂടി ഞാനിവിടെ ഓർക്കുകയാണ്. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം K. സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. ഒരു ദുഃഖത്തിന്റെ ഓർമ്മയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് അയവിറക്കുന്നത്. സന്തോഷത്തിന്റെ ദിവസമല്ല ഇന്ന് നമുക്ക്, ദുഃഖത്തിന്റെ ദിവസമാണ്. നമ്മെ വിട്ടുപിരിഞ്ഞ സതീശൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ചൈതന്യപൂർവം ഇന്നും നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരുപാട് ത്യാഗോജ്വലമായ സേവനമനുഷ്ഠിച്ച സതീശനെ സംബന്ധിച്ചിടത്തോളം മറക്കാനും പൊറുക്കാനും സാധിക്കാത്ത ഓർമ്മകളുടെ പ്രതീകമാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരുപാട് നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ അപൂർവം ആളുകളാണ് സാധാരണ പ്രവർത്തകന്മാരുടെ മനസ്സിൽ ജീവിക്കുന്ന ശക്തിയും കരുത്തും. അതിലൊരാളാണ് ശ്രീ സതീശൻ. സതീശൻ കണ്ണൂർ ജില്ലയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായത് മുതൽ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവന, നേരത്തെ ശ്രീ മാർട്ടിൻ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സംഭാവന അദ്ദേഹം നമ്മളെ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആർക്കും എപ്പോഴും പോയി കാണാനും സംസാരിക്കാനും സങ്കടം പറയാനും സങ്കടം പരിഹരിക്കാനും സാധിക്കുന്ന ഒരു നേതാവായിരുന്നു സതീശൻ. ആരെയും വെറുപ്പിക്കാതെ, ആരെയും ദ്രോഹിക്കാതെ, ആരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ സഹായിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ, വിശാല മനസ്സിന്റെ ഉടമസ്ഥനാണ് ശ്രീ സതീശൻ. നമുക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു നേതാവ്. നഷ്ടപ്പെട്ടു പോയതൊരു വലിയൊരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഓർമ്മകളിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന സതീശനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ സാധിക്കില്ല എനിക്കും നിങ്ങൾക്കും അദ്ദേഹത്തെ എന്നെല്ലാ ആളുകൾക്കും അറിയാം. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ചൈതന്യം പകരുന്ന നേതാക്കന്മാരുണ്ട്, ചൈതന്യം പകരാത്ത നേതാക്കന്മാരുമുണ്ട്. ചൈതന്യം പകരുന്ന അപൂർവ നേതാക്കന്മാരുണ്ട്. ആ അപൂർവ നേതാക്കളിൽ ഒരാളാണ് ശ്രീ സതീശൻ. എത്ര കാലം കഴിഞ്ഞാലും സതീശനെ കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് മറക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ സേവനം അതായിരുന്നു, അദ്ദേഹത്തിന്റെ പെരുമാറ്റം അതായിരുന്നു, അദ്ദേഹത്തിന്റെ ആളുകളോടുള്ള സംസാരവും ആളുകളോടുള്ള ഇടപാടും അങ്ങനെയായിരുന്നു. ഒരാളെയും വെറുപ്പിക്കാതെ
കൂടെ പിടിച്ച് കൂടെ കൂട്ടി നിർത്തി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന നല്ല വിശാലമായ ഒരു മനസ്സിന്റെ ഉടമസ്ഥതയുള്ള ഒരു നേതൃത്വമായിരുന്നു ശ്രീ സതീശന്റെ നേതൃത്വം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ വിതുമ്പുന്നു. സതീശൻ ഇല്ല എങ്കിൽ പോലും സതീശന്റെ ഓർമ്മ നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ട്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മളെല്ലാം നമ്മുടെ ശിരസ്കരാകുന്നു, വാക്കുകൾ ചുരുക്കുന്നു. ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ വിശ്വാസത നമ്മൾ ഒന്നുകൂടെ പുകഴ്ത്തിക്കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരു മോഡലാണ് അദ്ദേഹം. ആ മോഡലാവാൻ നിങ്ങളിൽ പലർക്കും സാധിക്കും. പക്ഷെ നിങ്ങൾ പലരും അത് ശ്രമിക്കുന്നില്ല എന്നൊരു ആക്ഷേപം എനിക്കുണ്ട്. ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ ഇരിക്കുന്നതിൻ്റെ അകത്തെല്ലാം നല്ല നേതാക്കന്മാരാണ്. ഈ നേതാക്കന്മാർക്കെല്ലാം സതീശനാവാം, സതീശന്റെ പെരുമാറ്റമാവാം, സതീശന്റെ സേവനമാവാം, സതീശന്റെ സ്നേഹമാവാം, സതീശന്റെ കഴിവും പ്രാപ്തിയും ജനങ്ങൾക്ക് കിട്ടുന്ന കഴിവും പ്രാപ്തിയും നിങ്ങൾക്കുമാവാം അത് എന്നത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ റോൾ മോഡൽ ആയി സതീശനെ കാണാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം. അദ്ദേഹത്തെ റോൾ മോഡലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ഒരു നല്ല കോൺഗ്രസിന്റെ ഭാവി നമുക്കെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് നമ്മുടെ ശിരസ്കരാവാം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ പ്രൊഫസർ AD മുസ്തഫ, VA നാരായണൻ, സുമാ ബാലകൃഷ്ണൻ, K പ്രമോദ്, അഡ്വക്കേറ്റ് TO മോഹനൻ, VV പുരുഷോത്തമൻ, സുരേഷ് ബാബു എളയാവൂർ, T ജയകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു.